ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഹെഡ്ഫോൺ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 കാർഡ്ബോർഡ് സ്ട്രോബെറി ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രോബെറിക്ക് ഒരു ലൈറ്റ് കളർ പിങ്ക് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 കോട്ട് കൊടുക്കണം. നിങ്ങൾ ഫ്രണ്ടിൽ വയ്ക്കുന്ന പാർട്ടിന് 2 കോട്ട് കൊടുത്താൽ മതിയായിരിക്കും. ബാക്കിലത്തേന് 1 കോട്ടായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് മേലിൽ ഞാൻ ഒരു മിൻറ്റ് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ ആയാലും മതി. ഇതും ഞാൻ 2 കോട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഞാനത് 2 അടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു ഐസ്ക്രീം കപ്പിൽ ടിഷ്യൂ പേപ്പർ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ റൈറ്റിങ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതിൽ ഞാനൊരു 3-4 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കളറടിച്ചാൽ ആ റൈറ്റിങ്സ് ഒന്നും അത്രയ്ക്ക് കാണില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റാൻഡ്, നമുക്ക് ഈ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ടൊരു സ്റ്റാൻഡ് വേണമല്ലോ. ആ സ്റ്റാൻഡിനായിട്ട് ഒരു പഴയ ബാംബൂ സ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ബലം വേണമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഈ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഹെഡ്ഫോണൊക്കെ തൂക്കുമ്പോൾ അത് നിൽക്കണം. അങ്ങനത്തെ ഒരു രീതിയിൽ ഏത് സ്റ്റിക്കായാലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ഒരു യാണിൻ്റെ ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. പെയിൻറ്റ് അടിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ കൊള്ളായിരിക്കുമെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ത്രെഡ് ചുറ്റി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കപ്പ് ഡ്രൈ ആക്കാൻ വെച്ചതെല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ സ്റ്റിക്കിൽ ത്രെഡും എല്ലാം കവർ ചെയ്ത് ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രോബെറിയുടെ സൈഡിലായിട്ട് ഒരു ത്രെഡ് വെച്ചിട്ടൊരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ്കിംഗ് ടേപ്പിൻ്റെ ആ ഒട്ടിച്ച ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് കാണാമല്ലോ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ടാണ് ഞാൻ ത്രെഡ് ചുറ്റി കൊടുത്തത്. നിങ്ങളിപ്പം മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഈ ത്രെഡ് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ഞാൻ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രോബെറിയിലുള്ള ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു വൈറ്റ് കളർ വെച്ചിട്ടാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മളെല്ലാം ലൈറ്റ് കളറിലാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണ് ലൈറ്റ് കളർ വെച്ചിട്ട് തന്നെ ഞാൻ ഡോട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മൾ വൈറ്റ് കളർ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വലുതായിട്ട് വരയ്ക്കാനായിട്ട് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല. ആ ഡോട്ട് ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വരയ്ക്കണം. പിന്നെ ബാക്കിൽ നമ്മൾ വയ്ക്കുന്ന സ്ട്രോബെറിക്ക് ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണല്ലോ നമ്മൾ കപ്പൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ ആ ഒരു പെയിൻറ്റ് കളർ മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ ഡോട്ട് ഇടുമ്പം എല്ലാം ഒന്നിച്ചിടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യം കുറച്ചൊക്കെ ഇട്ടപ്പം കുറച്ചൊന്ന് അടുത്തായിപ്പോയി. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പൊക്കെ നോക്കി എല്ലായിടത്തും ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിക്കാനായിട്ട് ഒരു മൂടി വേണം. അതിന് ഞാനൊരു പഴയ ഒരു ടിന്നിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ഈ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുന്നത് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇത് വെച്ചിട്ടല്ല ഒട്ടിച്ചത്. ഇത് ഞാൻ ചുമ്മാ ഒന്ന് ഒട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് നോക്കിയതാണ്. പക്ഷെ അത് ഒട്ടിയില്ല. അത് പെട്ടെന്ന് തന്നെ ഇളകി വന്നു. അതുകൊണ്ട് ഇതിന് പകരം ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇതും ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ആ സ്ട്രോബെറിയും ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു മൂടി ഭയങ്കര ബ്രൈറ്റായിട്ട് ഗ്രീൻ കളർ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊരു വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് അതും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ലൈറ്റ് കളർ ഈ വെള്ള മൂടിയൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്കത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കപ്പ് ഒട്ടിച്ചത് ഫെവിക്വിക്ക് വെച്ചിട്ടാണ്. അത് നല്ല ഉറപ്പായിട്ടിരിക്കും ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച. ഹെഡ്ഫോൺ ഇപ്പോഴും അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ കപ്പ് ഇളവേ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് പകരം നിങ്ങൾക്ക് മാലയും ഇടാം. പിന്നെ ആ താഴത്തെ ക്യാപ്പിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.